ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഫാമിലി ഡേയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഹസ്ബൻഡിൻ്റെ കമ്പനിയിലെ ഫാമിലി ഡേ ആണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും വേദിക്കൂട്ട് ഡാൻസൊക്കെ കളിക്കാൻ ചേരണതാണ്. ഇപ്രാവശ്യം ചേർന്നിട്ടില്ല. അപ്പോൾ ഇത് ശരിക്കും ഇപ്രാവശ്യം വെളിയിൽ വെച്ചിട്ടാണ് അവർ നടത്തിയത്. സാധാരണ കമ്പനിയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് പരിപാടിയൊക്കെ നടത്താറ്. ഇപ്പോൾ കമ്പനിയിൽ കുറച്ച് പണികളും പരിപാടിയൊക്കെ നടക്കണ കാരണം വെളിയിൽ ഒരു വലിയ ഹാളൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെയാണ് പരിപാടി. എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തൊക്കെയാ വെച്ചിട്ട് ഷെത്തപ്പ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അന്തം വിട്ട പോലെ നിൽക്കണം കേട്ടോ. കുറേ ഡിഷസൊന്നും നമ്മൾ കഴിക്കാത്ത ടൈപ്പൊക്കെ ഉണ്ട്. ഒന്നാമത് ഇവിടുത്തെ സൈസ് ഫുഡൊന്നും നമുക്ക് വലിയ പിടുത്തമല്ല. പിന്നെ ഒന്ന് രണ്ടെണ്ണമൊക്കെ നമ്മൾ ഇതുപോലെ ഹോട്ടലിലൊക്കെ പോയപ്പോൾ കഴിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ഇവരെന്താ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം, ഫുഡിനൊന്നും ലിമിറ്റ് ഇല്ല. ഞാൻ നിൽക്കുന്നു വേദൂടെ ഇവിടെ ഒത്തിരി ഗെയിംസ് ഉണ്ടായിരുന്നു, കുറേ കളികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അത്ര നേരം കളിക്കാം. പൈസ കൊടുക്കല അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല. ഒരു ഫംഗ്ഷനായിട്ട് വെച്ചിരിക്കുന്ന കാരണം ഫുഡ് ഇഷ്ടമുള്ളത്രയും കഴിക്കാം, ഗെയിമിൽ ഇഷ്ടമുള്ളത്രയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അങ്ങനെ ഗെയിമിൽ ഇപ്പോൾ ജയിച്ചാൽ അങ്ങനെ ഗിഫ്റ്റൊന്നും ഇല്ല. പക്ഷേ പിള്ളേർക്ക് ഒരു ഫണ്ണെന്നുള്ള രീതിയിൽ വേദു എല്ലാത്തിലും ചാടിക്കയറി എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞങ്ങളവിടെ ചെയറിൽ പോയി ഇരുന്നിട്ടാണ്. ഇവിടെ ഇരുന്നാൽ അവിടെ ഉണ്ടാക്കുന്ന ഡിഷസ് എല്ലാവരും പ്ലേറ്റിൽ കൊണ്ടുവരും ഇരിക്കണവർക്കായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി വെറുതെ തിരക്ക് പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഫസ്റ്റത്തെ ഇങ്ങനെ സ്റ്റാർട്ടറൊക്കെയാണ് ഇവിടെ കൊണ്ടുവരിക. മെയിൻ ഫുഡ് നമ്മളവിടെ പോയി പ്ലേറ്റ് എടുത്ത് തന്നെ കഴിക്കണം. അപ്പോൾ ചെറിയ ചെറിയ ഡിഷസൊക്കെ ഇവിടെ കൊണ്ടുവരും. അവിടെ സാരി ഉടുത്തിരിക്കണ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് കേട്ടോ. സ്റ്റേജിൽ ഫുള്ള് പാട്ടാണ്. അപ്പോൾ ഞാൻ പാട്ട് ഇതിൽ ഉൾപ്പെടുത്താത്തത് ഇനി കോപ്പിറൈറ്റ് എങ്ങാനും വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി പാട്ടായിരുന്നു. ഇപ്പോൾ ഇതാ നമ്മൾ കുറേ നേരം അവിടെ തന്നെ ഇരുന്നിട്ട് ആദ്യത്തെ കുറച്ച് സ്റ്റാർട്ടറൊക്കെ കഴിച്ച് അവിടെ തന്നെ കുറച്ച് നേരം ഇരുന്ന്. ദേവൂട്ടൻ ആദ്യമൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് മെയിൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് നല്ല അലമ്പായിരുന്നു. ये सारा मुमकिन है ओनली एंड ओनली बिकॉज ऑफ आवर टीम्स और उनके पीछे जो उनकी फैमिलीज खड़ी है उसके चलते, नहीं तो ये कभी भी पॉसिबल नहीं होता. लेकिन हमें यहाँ रुकना नहीं है. ताडू. हम जैसे शुभंकर ने बताया ज्यादा से ज्यादा बिजनेस इंडिया में लाने की कोशिश कर रहे हैं और इस सब के लिए आप सबके सहयोग की, आप सबके फैमिली मेंबर बड़े लोग थोड़ा सा डर रहे हैं. एक तो भी हमको कोई तो चाहिए, तीन तो बड़े के लिए करके दो तो आ गए थे अपने टैलेंट. ഹായ് കാണിച്ചേ. പിന്നെ ഇതാ അവരച്ഛനും മാനും കൂടെയുള്ള കുറേ ഫോട്ടോയൊക്കെ എടുത്ത്. ദേവൂട്ടൻ ആദ്യമൊക്കെ ശ്രദ്ധിക്കാതെയൊക്കെ നിൽക്കും, പിന്നെ ഇടയ്ക്ക് ചിരിക്കും. അങ്ങനെയൊക്കെ അവർ രണ്ടാളും കൂടി നിന്നിട്ട് ഒന്ന് രണ്ട് ഫോട്ടോ. അതപ്പോൾ വേദുക്കുട്ടീനെ നിർത്തിയപ്പോൾ വേദുവിൻ്റെ മേത്തേക്ക് ചാടി വീണിരിക്കുവാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ നല്ലതൊക്കെ എടുത്ത് അവിടെ നിന്ന്. പിന്നെ ഞങ്ങളത് ആ മെയിൻ ഫുഡ് കഴിക്കാൻ ഇങ്ങോട്ട് മാറിയപ്പോൾ ദേവൂട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ വീഡിയോസ് പോയിട്ട് ഫോൺ പോലും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്തൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.